പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുവൈറ്റിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് ഇട്ടു. അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്രായേൽക്കാർക്കുണ്ടായ പ്രശ്നങ്ങളെ ഓർത്ത് അവരെ തട്ടിക്കൊണ്ടുപോയും ഭൂമിക്കടിയിലെ പാതാളത്തിൽ കൊടുക്കൊണ്ട് അവരെ ഒളിപ്പിച്ചു വെക്കുകയും അവരൊരുപാട് മരിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വേദനാജനകമായ സംഭവങ്ങളൊക്കെ കണ്ടും കേട്ടും വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ കുവൈറ്റിലെ പ്രശ്നങ്ങൾ വരുന്നത്. അത് രണ്ടും കൂടെ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ഒത്തിരി കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. ദൈവമേ, കർത്താവായ ഈശോയെ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദുഷ്ടതയും ഇത്തരം അപകടങ്ങളും വേദനകളും ഈ ലോകത്ത് സംഭവിക്കുന്നത്? ഈശോയെ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിയിൽ നമ്മൾ ഈ വിഷയത്തെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും പ്രത്യേകിച്ചും ഇസ്രായേലായിട്ടുള്ള പ്രശ്നത്തിൽ ഇതാ വലിയ യുദ്ധം വരുന്നുള്ള ആ ക്ലാസ്സിലൊക്കെ എടുത്ത് മഹോദ്രവകാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവം നടന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളെയൊക്കെ കർത്താവിൻ്റെ അങ്ങളിൽ വിട്ടുകൊടുത്തു. അപ്പോൾ ധാരാളം പേരുടെ ആഗ്രഹപ്രകാരം ചോദിച്ചതുകൊണ്ടും ഈ റാപ്ചർ എന്ന വാക്ക്, അതിന് ഒരു റാപ്ചർ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഡിക്ഷണറി പ്രകാരമുള്ള തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അത് ആനന്ദാതിരേകം, പരമാനന്ദം, ഹർഷോന്മാദം, ആനന്ദത്തിൽ മുഴുകിയ, ഉന്മത്തമായ, അങ്ങനെ ഒരു 5 വാക്കുകളാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടത്. അപ്പോൾ ഈ വിഷയങ്ങളെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, റാപ്ചർ അഥവാ എടുക്കപ്പെടൽ. അത് നമുക്കറിയാം, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അത് ഞാൻ നോക്കി. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലെങ്കിലും, വായിക്കാൻ അറിയാം, അതിൻ്റെ അർത്ഥങ്ങളൊന്നും കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഞാനൊന്ന് വായിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ ആദ്യം പറയാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും എന്നാണ് അതിൻ്റെ ഒരു വചനം. അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന 2, അതിൽ തന്നെ എല്ലാ വചനങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ വചനത്തിലും ദൈവം ഓരോ നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയാം, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, യേശുവിൽ നിദ്ര പ്രാപിച്ചവർ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അതിൻ്റെ തൊട്ടു താഴെ കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. യേശുവിൽ നിദ്ര പ്രാപിക്കുകയും ക്രിസ്തുവിൽ മരണമടയുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ തന്നെ ഈ നമ്മുടെ ഇത് റാപ്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പറയുമ്പോൾ നമുക്കൊരു മനസ്സിലാക്കാൻ പറയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ വന്ന് മരണത്തെ ഏറ്റെടുത്ത് മരണത്തെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കി നശിപ്പിച്ചു കളഞ്ഞു. പിന്നെയുള്ള ക്രിസ്തുവിലുള്ള നിദ്രയാണ്. നിദ്ര പ്രാപിക്കാൻ ആവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ ഇട്ടിട്ട് തരാം. നിദ്ര പ്രാപിക്കുക ഏകദേശം ഈ റാപ്ചർ അഥവാ ഈ സംവഹിക്കപ്പെടലിൻ്റെ ഒരുക്കവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചേർത്ത് പറയാൻ പറ്റും. കാരണം അതും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്. ഇത് യുഗാന്ത്യത്തിൽ യേശുവിൻ്റെ വരവ്, യേശു ഭൂമിയിലേക്ക് വരാൻ തുടങ്ങുന്ന ആ സമയത്തിൽ വരുന്നു, ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ വരുന്ന ആ സമയത്താണ് ഈ സംവഹിക്കൽ നടക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഈ 2033 അല്ലെങ്കിൽ 34 ഫെബ്രുവരി 15-ാം തീയതിയുള്ള കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ മരിച്ചില്ലെങ്കിൽ നമ്മൾ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് മരിച്ചാൽ നമുക്ക് എന്ത് വേണം? നിദ്ര വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മരിച്ചാൽ നമ്മൾ നിദ്രയിലൂടെ കടന്ന് സ്വർഗരാജ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ ആ കാലഘട്ടം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സംവഹിക്കപ്പെടൽ വേണം, അഥവാ റാപ്ചർ വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിദ്ര പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റാപ്ചറിലേക്ക് തന്നെ വരാം. അപ്പോൾ റാപ്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ എന്നൊരു വചനം, ദൈവവചനം ഇതിലുണ്ട്, അവശേഷിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പും എന്നുള്ളതാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് നമ്മൾ ഈ റാപ്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത്
ഈ തെസ്സലോനിക്കക്കാർക്ക് ലേഖനത്തിൽ ഈ സംവഹിക്കും എന്നൊരു വാക്ക് അവിടെ റാപ്ചർ എന്ന പദം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇംഗ്ലീഷ് ബൈബിളിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദെൻ വി ഹൂ ആർ എലൈവ് ഹൂ ആർ ലെഫ്റ്റ് വിൽ ബി കോട്ട് അപ്പ് ഇൻ ദ ക്ലൗഡ്സ് ടുഗദർ വിത്ത് ദം ടു മീറ്റ് ദ ലോർഡ് ഇൻ ദ എയർ. അപ്പോൾ അവിടെ സംഭവിക്കുക റാപ്ചർ എന്ന് പറയുന്നൊരു വചനമില്ല. അതുപോലെ തന്നെ നമുക്കൊരു മനസ്സിലാക്കാവുന്ന കാര്യം മറ്റൊരു വചനമാണ്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനം. അതിൻ്റെ മലയാളത്തിൽ വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞാൽ അപ്പോൾ രണ്ടുപേർ തിരിയിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ വിശേഷിക്കും. ആ വചനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ദെൻ ടു വിൽ ബി ഇൻ ദ field, one will be taken and one will be left. Two women will be grinding meal together. One will be taken and one will be left. അവിടെയും അന്ന് രാത്രി ഒരു കെട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ വിശേഷിക്കും. ആ വചനമാണ് വന്നിരിക്കുന്നത്. രണ്ടുപേർ തിരിയിൽ ധാന്യം പോയിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ വിശേഷിക്കും. അപ്പോൾ ടേക്ക് എടുക്കുക എന്നാണ് വന്നിരിക്കുന്നത്. അവിടെ റാപ്ചർ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യം, റാപ്ചർ എന്ന പദം വരുന്നത് പിന്നെ എവിടെ നിന്നാണ്? അത് തെസ്സലോനിക്കർക്ക് എഴുതിയ മലയാള പരിഭാഷയിൽ റാപ്ചർ എടുക്കുക എന്നുള്ളതിന് സംവഹിക്കപ്പെടും, മേഘങ്ങളിൽ സംവഹിക്കപ്പെടും എന്നാണ് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ റാപ്ചർ എന്നൊരു പദം, അതിൻ്റെ സംഭവിക്കപ്പെടുക എന്നുള്ളതിൻ്റെ റാപ്ചർ എന്ന പദം നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ആനന്ദാതിരേകം, പരമാനന്ദം, ഹർഷോന്മാദം, ആനന്ദത്തിൽ മുഴുകിയ, ഉന്മത്തമായ എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകം അങ്ങ് അവസാനിക്കാൻ വേണ്ടി ആണവ യുദ്ധത്തിലേക്ക് ഗോഗമാഗോഗ് യുദ്ധത്തിലേക്ക് ലോകം പ്രവേശിക്കുന്നു. ഭൂമിയിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ആഹാരമില്ല. അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കൂടെ രാജ്യങ്ങൾ നശിക്കുന്നു, ലോകം നശിക്കുന്നു, ഭൂമി നശിക്കുന്നു. അങ്ങനെ ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ അവശേഷിക്കുന്നവർ, അപ്പം നമുക്ക് മുമ്പേ ലോകത്തിൽ നിന്നും കോടാനുകോടി മനുഷ്യർ ഇങ്ങനെ അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ അവശേഷിക്കാൻ വേണ്ടി കുറച്ച് പേരെ കർത്താവ് വയ്ക്കുന്നുണ്ട്. ആ അവശേഷിക്കുന്നവർ എപ്രകാരമുള്ളവരായിരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഹർഷോന്മാദവും ഈ ഉന്മത്തവും ഈ ആനന്ദവും കിട്ടുന്നത്. അപ്പം അവിടെ കിട്ടണമെങ്കിൽ നമുക്കറിയാം, ആഗോള യുദ്ധം വന്നാൽ ഇപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഭക്ഷണ ലോകത്ത് നിന്നില്ലാതാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ അവസ്ഥയും മാറ്റമോ. റോഡില്ല, ഗതാഗതമില്ല, ഭൂമി നശിക്കുന്നു, ലോകം നശിക്കുന്നു, രാഷ്ട്രം നശിക്കുന്നു, ഭക്ഷണമില്ല, കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, സ്വന്തക്കളില്ല, ആരുമില്ലാതെ ആരും അവശേഷിക്കുകയാണ്. ഈ അവശേഷിക്കുന്നവരിൽ കർത്താവ് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ട്. അതാണ് ആ പ്രത്യേകത എന്തെന്നറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവശേഷിക്കാൻ മാത്രം നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കണം, അവിടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം, അവിടെ ചില നിബന്ധനകൾ നമ്മൾ പാലിക്കണം, അവിടെ ചില ദൈവപ്രമാണങ്ങളുടെ പരിശുദ്ധിയിലേക്ക് വരണം. അവിടെ ചെല്ലുമ്പോൾ കാലഘട്ടങ്ങൾ അനുസരിച്ചുള്ള രൂപാന്തരീകരണം നമ്മളിൽ സംഭവിക്കണം. അതായത് ഇപ്പോൾ ഈ 2024 മനുഷ്യൻ്റെ അവസ്ഥയും ആത്മാവിൻ്റെ അവസ്ഥയും ശരീരത്തിൻ്റെ അവസ്ഥയും സഭയുടെ അവസ്ഥയും വിശ്വാസത്തിൻ്റെ അവസ്ഥയും വിശുദ്ധിയുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കുകയും അപ്പോൾ ഇതേപടി ലോകം മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 10 വർഷം കൂടെ കഴിയുമ്പോൾ യുഗാന്ത്യം അതിൻ്റെ അന്ത്യകാലഘട്ടത്തിലെത്തുമ്പോൾ അവശേഷിക്കുന്ന മനുഷ്യനിൽ ദുഃഖവും ദുരിതവും വേദനയും വരുമ്പോൾ ശ്രദ്ധിക്കണമേ പ്രിയ സഹോദരങ്ങളെ, ക്ലാസ് ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക് കിട്ടില്ല, വിട്ടുപോകും. വരുമ്പോൾ നമ്മളിൽ ഈ ആനന്ദവും പരമാനന്ദവും ഈ ഹർഷോന്മാദവും ഈ ആനന്ദത്തിൽ മുഴുകിയ അവസ്ഥയും ഉന്മാദം പിടിച്ച നമ്മുടെ മനസ്സിൻ്റെ വലിയ ആനന്ദം നമുക്ക് കിട്ടുമോ അത് നമ്മൾ പരിശോധിക്കണം. അവിടെ അത് കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻസ് ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു രൂപാന്തരീകരണ പ്രക്രിയയുടെ ചില പ്രോസസ്സിങ്, ചില സംസ്കരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ എത്തിപ്പെടണം. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും, ഞാൻ എന്ന വ്യക്തി, ഇത് മൂന്നും ചേരുമ്പോൾ ഒരു വ്യക്തിയായി. മനസ്സ്, ശരീരം, ആത്മാവ്, ഈ മൂന്നും ചേരുമ്പോഴുള്ള വ്യക്തി എവിടെ എത്തിച്ചേരണം? ഇനി പറയാൻ പോകുന്ന നമ്മൾ ആ പോയിന്റിലേക്ക് എത്തിച്ചേരണം.
കാരണം ഞാൻ ഇത്ര വ്യക്തമായിട്ട് നിഗൂഢമായിട്ട് വെളിപ്പെടുത്തി തരുന്നത് ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യനെ ഈ ലോകത്ത് ആരും ഒരുക്കിയെടുക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, കത്തോലിക്ക സഭയ്ക്ക് ഈ രീതിയിൽ പറഞ്ഞു ഒരുക്കാൻ ആവില്ല, മറ്റ് സഭകൾക്കും കഴിയില്ല. അതിൻ്റെ കാരണം ഇനി നിങ്ങൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇനി ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇച്ചിരി അസാധ്യമുള്ള കാര്യമാണ്, ഇത് ഇച്ചിരി ചലഞ്ച് നിറഞ്ഞതാണ്, ഇതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ്, ഇതുപോലെ ജീവിക്കുന്നൊരു പക്ഷേ വിഡ്ഢിയായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ഒരുക്കം, ഒരു റാപ്ചറിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ. അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് വെളിപാടിൻ്റെ പുസ്തകത്തെ മുതൽ നമുക്ക് തുടങ്ങാം. വെളിപാടിൻ്റെ പുസ്തകത്തെ നിങ്ങൾ ഒറ്റ ക്ലാസ് കൊണ്ട് ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. കാരണം ഒറ്റ അടിക്ക് 1 മണിക്കൂറിൻ്റെ ക്ലാസ് കൊണ്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇതൊരു 3-4 ക്ലാസ്സുകൾ കൊണ്ട് മാത്രമേ ഏകദേശം ഒന്ന് നിങ്ങളെ ഈ ലെവലിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വെളിപാടിൻ്റെ പുസ്തകം, ഞാൻ ഇടയ്ക്കൊക്കെ ചില ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനമാണ് ഏറ്റവും അവസാനം. അതായത് നമുക്കറിയാം, പ്രവാചകനായ പിതാവായ ദൈവം ഈ പ്രവാചകന്മാരിൽ കൂടെ പിതാവായ ദൈവം പ്രവാചകന്മാരുടെ സംസാരിച്ചത് അവിടെ പറയാം, നിങ്ങൾ പ്രമാണങ്ങൾ പാലിക്കുവിൻ, നിങ്ങൾ നിയമങ്ങൾ പാലിക്കുവിൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ഒരുങ്ങുവിൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അതേ പരിശുദ്ധാത്മാ, ആ ദൈവത്തിൻ്റെ ആത്മാവ്, സംസാരിച്ച ആത്മാവ് തന്നെ വെളിപാട് ഗ്രന്ഥത്തിലേക്ക് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അതൊരു വലിയ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ മാറ്റത്തെയാണ് ദൈവം പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ത്? അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ വെളിപാട് ഗ്രന്ഥം ഇപ്പോഴാണ് ലോകത്ത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. വെളിപാട് ഗ്രന്ഥത്തിലേക്ക് ലോകം എത്തപ്പെട്ടു. നമുക്കറിയാം, ഇപ്പോൾ 1945 എന്ന് പറഞ്ഞാൽ അവിടുന്ന് 2000 ആണ്ടിലേക്ക് വരണമെങ്കിൽ ഈ 45 കഴിഞ്ഞ് 2000ലേക്ക് ഇങ്ങനെ നടന്നെത്തണമല്ലോ, ഓടിയെത്തണം, ലോകം എത്തണം. അതേപോലെ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട കാലഘട്ടത്തിലേക്ക് ലോകം, ഭൂമി കറങ്ങിത്തിരിഞ്ഞ് ഡേറ്റോടുകൂടി വരുമ്പോൾ അവിടെ ഈ പശ്ചാത്താപം പോരാ. യേശു ക്രിസ്തു പറഞ്ഞ പശ്ചാത്താപവും അനുതാപവും പോരാ. അവിടെ ഒരു പശ്ചാത്താപത്തിൻ്റെയോ അനുതാപത്തിൻ്റെയോ മേഖല ഇവിടെ ഉണ്ടെങ്കിലും അതിന് ചില നിബന്ധനകൾ കൂടി സർവശക്തനായ പരിശുദ്ധാത്മാവ് വയ്ക്കുന്നുണ്ട്. അത് പ്രിയപ്പെട്ട ആ വചനം നമുക്ക് നോക്കാം. എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണമേ. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം. അവിടുത്തെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി ശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അവിടെ പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നിയമപ്രമാണങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി കർത്താവ് ഒരു വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരീകരണം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചു പോകാം. വലിയ ക്ലാസ്സാണ് ഇത്. കുറച്ച് കാര്യങ്ങൾ പറയാണ്ടൊന്നും നിങ്ങളെ റാപ്ചറിലേക്ക് ഒരു മനുഷ്യനെ റാപ്ചർ, ഇപ്പം ഞാൻ ക്ലാസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, റാപ്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം വലിയ യുദ്ധങ്ങൾ, തകർച്ചകൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, ആകൃതികൾ, മരണം മുന്നേ കാണുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ അവശേഷിക്കുന്ന മനുഷ്യനെ കർത്താവ് സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയുള്ള രൂപാന്തരപ്പെട്ട മനുഷ്യനെയാണ് കർത്താവ് സംരക്ഷിക്കുന്നതെന്നും അവശേഷിക്കുവാൻ തക്കവിധം റാപ്ചറിന് ഒരു മനുഷ്യനെ ഒരുക്കിയെടുക്കുന്നതെന്നും നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനത്തിൽ കൂടെ തന്നെ പോയാലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. കുറേ ഷോർട്ട് ഫോമിൽ എനിക്ക് പറയാനറിയാം. ഈ ക്ലാസ്സിൻ്റെ അവസാനം, ഈ ക്ലാസ്സിൻ്റെ അല്ല, ഇതിന് 3-4 ക്ലാസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ നിങ്ങളുടെ എൻ്റെ ഷോർട്ട് ഫോം പറയും. ബൈബിളിൽ തന്നെ എൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ പോയിൻ്റ്, ചില ഗുളിക പോലെ ചില വചനങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മൊത്തം ആശയത്തെ, മൊത്തം അതിൻ്റെ അന്തസത്തെ, അതിൻ്റെ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്ന നിഗൂഢ രഹസ്യത്തിൻ്റെ ഒരു പോയിന്റിനെ ഗുളിക രൂപത്തിലൊരു വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് 3-ാമത്തെ 4-ാമത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് തരും. പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കഥ പറയുകയാണ്, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുന്നതിനും. അപ്പോൾ എന്താണ് ജീവൻ്റെ വൃക്ഷം? ജീവൻ്റെ വൃക്ഷത്തിൽ നമുക്ക് അവകാശം ലഭിച്ചോ ഇല്ലയോ? എന്താണ് ജീവൻ്റെ വൃക്ഷം? എന്താണ് ജീവൻ്റെ വൃക്ഷത്തിലുള്ള അവകാശം? അത് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ഒരു തെളിവ്? എന്താണ് ഒരു മാർഗം?
അതിൽ പ്രിയപ്പെട്ടവരെ, അതിന് ഒറ്റ ബുദ്ധിയുള്ളൂ, ചെറിയ ബുദ്ധി മതി, ചെറിയ ആശയം മതി, ചെറിയ കാര്യമേ ഉള്ളൂ, പക്ഷേ വലിയ കാര്യമാണ്. ആ ചെറിയ ഞാൻ എന്ന വ്യക്തി എവിടെയോ, എനിക്കിപ്പോൾ 60 വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 60 വയസ്സിന് മുമ്പ്, ഒരു 70 വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ഈ ഭൂമിയിൽ. അപ്പൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന അണ്ടത്തിൻ്റെ രൂപത്തിലും അപ്പൻ്റെ ബീജത്തിലിരിക്കുന്ന അതിൻ്റെ ബീജാണുവിൻ്റെ രൂപത്തിലുമായിരുന്നു ഞാൻ. അപ്പോൾ ഒരു നിശ്ചിത കാലഘട്ടം വന്നപ്പോൾ 1964 ഫെബ്രുവരി 18 എന്ന് പറഞ്ഞൊരു ഡേറ്റ് വന്നപ്പോൾ ഈ അപ്പൻ്റെ അമ്മയുടെയും ബീജം ഒരുമിച്ച് ചേർന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അപ്പൻ്റെ അമ്മയുടെയും ബീജം എടുത്തൊരു ഗ്ലാസ്സിലിട്ട് കുലുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മാസവും 9.5 മാസം കഴിയുമ്പോൾ എടുത്തൊരു കുഞ്ഞുണ്ടാകുമോ? നമുക്ക് ലഭിക്കില്ല. അത് ഗർഭപാത്രത്തിൽ വരണം. ഗർഭപാത്രത്തിൽ അതിന് വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ച് ആ ബീജവും അണ്ടവും സംയോജിക്കുന്ന സമയത്ത് ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ദൈവത്തിൻ്റെ വിത്ത്, ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അമ്മയുടെ ഉദരത്തിൽ ഈ ആത്മാവും ബീജവും അണ്ടവും സംയോജിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ജീവന്റെ വൃക്ഷത്തിലുള്ള അവകാശം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ ജനിച്ചത്, നമ്മൾ വെറുതെ ഒരു യാദൃശ്യമായി അപ്പനും അമ്മയും തൻ്റെ ആവേശം തീർത്തപ്പോൾ ജനിച്ചതല്ല. അതിന് വ്യക്തമായ പദ്ധതിയും വ്യക്തമായ രേഖയും വ്യക്തമായ സമയവും കാലക്രമവും, ഇന്ന വ്യക്തി ഇന്ന സമയത്ത് ഇന്ന വ്യക്തിയിൽ കൂടെ ജനിച്ച് ആ ഇന്ന വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരുന്ന് ഭൂമിയിലേക്ക് മരണപ്പെട്ട് തിരിച്ച് എത്തണമെന്ന് കർത്താവിൻ്റെ വ്യക്തമായ പ്ലാനും പദ്ധതിയും. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് എന്നൊക്കെ കർത്താവ് പറയുന്ന വചനമുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി, ഈ റാപ്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം. അപ്പോൾ ജീവൻ നൽകുന്ന വൃക്ഷത്തിന് വേരുണ്ട്, തണ്ടുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്. അതാണ് ദൈവരാജ്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം എന്ന പരമനിഗൂഢ സത്യം വസിക്കുന്ന ആ സ്വർഗം എന്ന ആ അമൂല്യ ഭൂമിയും ചന്ദ്രനും ഇല്ലെങ്കിലും സ്വർഗമെന്ന ആ സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇത് ഭൂമിയും ചന്ദ്രനും മനുഷ്യനും സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അവകാശം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് ഈ ശരീരം തന്ന് ഭൂമിയിലേക്ക് വിട്ടു. അപ്പോൾ അവകാശം ലഭിക്കുന്നതിനും, അപ്പോൾ അവകാശം ലഭിച്ചു എന്നതിന് തെളിവാണ് നമ്മൾ. ഈ അവകാശം ലഭിച്ചതിൻ്റെ തെളിവായ വ്യക്തിയാണ് ഞാൻ, നിങ്ങൾ, ഈ ലോകത്തിലെ സകല മനുഷ്യർ. അപ്പം അത് ഉറപ്പായി, നമുക്ക് ജീവൻ ലഭിക്കുന്ന ഉറപ്പായി. മറ്റൊന്ന്, കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും, പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിൽ തന്നെ ഒരു നിഗൂഢ പറഞ്ഞുതരാം. ഇത് ഗ്രഹിച്ചു പോയാലേ നമുക്ക് ഈ റാപ്ചറിന് ഒരുങ്ങാൻ പറ്റുള്ളൂ, പ്രിയപ്പെട്ട. റാപ്ചർ എന്ന് പറയുന്ന ആ വലിയ സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വരുന്ന കാലഘട്ടങ്ങളുടെ അവസ്ഥ ഭയങ്കരമായിരിക്കും. അത് മാനുഷിക ബുദ്ധിക്ക് യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ സംഭവിക്കുന്നത്. അപ്പം എവിടം മുതലാണ് ദൈവം നമ്മളെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഒരുക്കത്തിൻ്റെ തീഷ്ണതയും ജ്വലനവും ശക്തിയും ദൃഢതയും നമ്മൾ വസിക്കുന്നത്, പ്രിയപ്പെട്ട. അതുകൊണ്ടാണ് ഇത് തീവ്രമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, കവാടങ്ങളുടെ നഗരത്തിൽ വിശ്വസിക്കുന്നതിനും. അപ്പോൾ അതെന്താണ് കവാടം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, സ്വർഗം എന്ന് പറയുന്നത് ഉന്നതമാണ്, വലിയ ഉന്നതമാണ്, ഒരുപാട് ദൂരെയാണ്. അതിൻ്റെ ദൂരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ഞാൻ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉന്നതമാണ്. ആ ഉന്നതത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട ഞാൻ എന്ന വ്യക്തി, അത് ശരീരരൂപത്തിലും ജ്ഞാനരൂപത്തിലും ആത്മരൂപത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ആ ആത്മാവ് മനുഷ്യ ആത്മാവായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യൻ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് തന്നുകൊണ്ട്, അപ്പോൾ ആത്മാവ് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒന്നാം കവാടം, ആത്മാവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത്. ഭൂമിയിലേക്ക് വന്നു രണ്ടാമത്തെ കവാടം ആത്മാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കവാടമാണ് സ്ത്രീയും പുരുഷനും, അഥവാ ഭാര്യയും ഭർത്താവും. സ്ത്രീയും പുരുഷനല്ല, ഭാര്യയും ഭർത്താവും. അവർ യേശുനാമത്തിൽ വിവാഹം കഴിച്ച് അവിടെ നിൽക്കുന്നു. അവർ സ്നേഹബന്ധത്തിലൂടെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ആ വന്ന ആത്മാവ് ബീജവും അണ്ടവും വരുന്ന സമയത്ത് ടക്കേന്നങ്ങ് ചേരുന്ന സമയത്ത് ആത്മാവ് വന്ന് ടക്കേന്ന് ആത്മാവും ചേർന്നു. പെട്ടെന്ന് അവിടെ ഒരു സംഭവം നടക്കുന്നു, ഒരു വ്യക്തി രൂപം പ്രാപിക്കും. അപ്പോൾ സ്വർഗ കവാടം, ആ കവാടം തുറന്നു ഭൂമിയിലേക്ക് വന്നു. സ്ത്രീയുടെ ഗർഭവാസത്തിലേക്ക് ആ കവാടം തുറന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ 2 കവാടങ്ങളാണ്. അടുത്ത കവാടമാണ് ആ സ്ത്രീ പ്രസവിച്ച്, അത് നിഗൂഢാർത്ഥ ദൈവത്തിൻ്റെ പണിപ്പരയായ ഗർഭപാത്രത്തിൽ ഞാനാകുന്ന കുഞ്ഞ് രൂപം വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ത്രീയിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വന്ന് ഭൂമി കവാടത്തിലേക്ക് കടന്നു കയറുന്നു. അപ്പം 3ാമത്തെ കവാടം, അത് മനുഷ്യൻ ഇന്നുവരെ കാണാത്തൊരു സ്ഥലമാണ് ഈ ഗർഭപാത്രം. നമ്മളറിയാം, നമുക്ക് ജനിച്ചു കഴിഞ്ഞ ശേഷം അമ്മയുടെ ഗർഭപാത്രം പിന്നെ നമുക്ക് കാണാനോ നോക്കാനോ പറ്റുമോ? ഉള്ളിലുള്ളതല്ലേ.
നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ കവാടത്തെ നമ്മൾ കാണുന്നില്ല, നമ്മൾ വന്ന സ്വർഗത്തെ നമ്മൾ കാണുന്നില്ല. പക്ഷെ നമുക്ക് ഒരു തെളിവുണ്ട്, ഞാൻ എന്ന വ്യക്തി എവിടെ നിന്നോ വന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കവാടം കിടന്ന് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്നപ്പോൾ മൂന്നാമത്തെ കവാടമാണ് ഭൂമി, ഈ പ്രപഞ്ചം. അതിനകത്ത് നാലാമത്തെ കവാടമാണ് മാമോദിസ അഥവാ ജ്ഞാനസ്നാനം. അവിടെയാണ് നമ്മുടെ സഭയുടെ കാര്യങ്ങളുടെ മഹത്വം വരുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയിൽ നിന്ന് തമ്മിൽ തല്ലുണ്ടെങ്കിലും സഭ നശിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, സഭയുടെ മഹത്വം വലുതാണ്. അത് സഭ നശിക്കാതിരിക്കട്ടെ എന്ന് 1000 വട്ടം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മാമോദിസ വഴി സഭയിലേക്ക് ആ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്ഞാനസ്നാനം, കുംഭസാരം, കുർബാന, വിവാഹം, രോഗീലേപനം, ഇങ്ങനെ 7 കൂദാശയിൽ കൂടെ മനുഷ്യൻ്റെ ആത്മാവും ശരീരവും കടന്ന് ആ കൂദാശകളിൽ കൂടെ മനുഷ്യൻ കുറേ കാലം സഭയിൽ ജീവിച്ച് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ അറിഞ്ഞ് ക്രിസ്തുവിൽ ഒന്നായതിനു ശേഷം അവൻ മരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ അവൻ മരണ കവാടത്തിലൂടെ കയറി, നാലാമത്തെ കവാടം മരണ കവാടത്തിലൂടെ കയറി പുറത്തേക്ക്, മരണ കവാടത്തിന് ഉള്ളിലേക്ക് കയറി ആ മരണ കവാടത്തിൽ നിൽക്കാൻ പറ്റില്ല. ആ കവാടത്തിൽ നിന്നും നമ്മൾ എങ്ങോട്ട് പോകണം? ജീവൻ്റെ പക്ഷത്തിലേക്ക് പോകണം. അവകാശം ലഭിക്കുന്നതിനും ശ്രദ്ധിക്കണമേ, നമ്മുടെ ആത്മാവ് ഈ കവാടത്തിലൂടെ കയറി മരണത്തിൻ്റെ കവാടത്തിൽ തങ്ങി നിൽക്കാനുള്ളതല്ല. മരണത്തിൻ്റെ കവാടത്തിൽ നിന്നാൽ മരണ കവാടം സാത്താൻ്റെ കവാടമാണ്. സാത്താൻ വന്ന് നമ്മുടെ ആത്മാവിനെ പിടിച്ച് വലിച്ച് താഴേക്ക് അഗാധങ്ങളിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കസ്റ്റഡിയിൽ വെക്കും. അവൻ നമ്മളെ നശിപ്പിച്ച് പിച്ചി ചിന്തി തകർത്ത് തരിപ്പണമാക്കുന്ന ആ പൈശാചിക സ്ഥലമാണ് പാതാളം അഥവാ നരകം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടെ അവിടെ ഉണ്ട്. തെസ്സലോനിക്കർക്കെഴുതിയ ഞാൻ പറഞ്ഞു, യേശുവിൽ നിദ്ര പ്രാപിച്ചു. അവിടെയാണ് യേശുവിൽ നിദ്ര പ്രാപിച്ചതിൻ്റെ അർത്ഥം വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ നിദ്ര പ്രാപിച്ച, നമ്മൾ റാപ്ചറിന് മുമ്പ് നിദ്ര പ്രാപിച്ചാണെങ്കിൽ പോകുന്നതെങ്കിൽ അപ്പോൾ പറയാണ് യേശു നിദ്ര അവനോട് കൂടെ ഉയർക്കും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റൊരു കവാടത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തു തൻ്റെ 2 കരങ്ങളും നീട്ടി, പൊന്നുമകനെ, പൊന്നുമകളെ, ഇതാ നിനക്ക് വേണ്ടി ഞാൻ ഇതാ കവാടത്തിൽ നിൽക്കുന്നു. വന്നാലും നീ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് വന്നവളാണ്, നിന്നെ ഞങ്ങളാണ് നിനക്ക് ജന്മം തന്നതല്ല മകനെ, മകളെ, നിനക്ക് ഞാനാണ്, യേശുവാണ് ജന്മം തന്നത്, എൻ്റെ അപ്പനാണ് നിനക്ക് ജന്മം തന്നത്, ഞങ്ങൾ ത്രിത്വഗീതമാണ്, ഏകദേശമായ യേശു ക്രിസ്തുവാണ് ഞാൻ, വരിക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ് നഗരത്തിലേക്ക്. പക്ഷെ അത് സ്വർഗീയ ജെറുസലേമാകുന്ന, ഭൂമിയിലെ ജെറുസലേമിൻ്റെ മഹത്വം പോലെ സ്വർഗമാകുന്ന സ്വർഗീയ നഗരം. ആ സ്വർഗത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ പുസ്തകത്ത് കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിൻ്റെ സ്വർഗത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നു. ഇനിയാണ് പ്രശ്നം രൂക്ഷമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും നിങ്ങൾ കാര്യം മനസ്സിലാകുമ്പോൾ ഇനി വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യമെന്നത് എന്താണ്? നിത്യജീവനാണ്. നഷ്ടപ്പെട്ടു പോയ ഭൂമിയിൽ ഉരിഞ്ഞു വെച്ച് പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഭൂമിയിൽ ഉരിഞ്ഞു വെച്ച് ഞാൻ കടന്നുപോയ എൻ്റെ ശരീരം ഇതിനേക്കാൾ ശോഭയും മഹത്വവും തീഷ്ണതയും ജ്വലനവും സ്നേഹവും, അവിടെയാണ് ഈ റാപ്ചറിൻ്റെ അർത്ഥം വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആനന്ദാതിരേകം, പരമാനന്ദം, ഹർഷോന്മാദം, ആനന്ദത്തിൽ മുഴുകിയ ഉന്മത്തമായ മനസ്സ്, ശരീരം, ആത്മാവ് മുഴുവനും ഒരു പ്രത്യേക ആനന്ദത്തിൻ്റെ ചൂട് നിറഞ്ഞ ഒരവസ്ഥ. അവിടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ only one കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താണ്? അങ്കികൾ കഴുകണം. അപ്പോൾ അങ്കികൾ എന്ന് പറഞ്ഞാൽ എന്തായി എന്നുള്ളതാണ് അടുത്തൊരു ചിന്ത. അവിടെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട സത്യം, അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്കികൾ അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ. ഷോർട്ടായിട്ട് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊരു വചനം കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്കികൾ ആയ അവയവങ്ങളായ ഇന്ദ്രിയങ്ങൾ, മനുഷ്യൻ 5 ഇന്ദ്രിയമുണ്ട്, അത് പറയാൻ തന്നെ അറിയാം. ആ 5 ഇന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം എന്താണ്? എങ്ങനെയാണ് കഴുകേണ്ടത്? എന്തൊക്കെയാണ് കഴുകേണ്ടത്? എന്തൊക്കെയാണ് കഴിയുമ്പോൾ അത് ദ്രവിച്ച് ഉരുകി ലയിച്ച് പാപത്തിൻ്റെ കറയും തിന്മയുടെ കറയും വിഷവും പുരണ്ടിരിക്കുന്ന ആത്മാവിനെ പരിശുദ്ധി കൊണ്ട് നിറച്ച് അതിനെ ഊതി ജ്വലിപ്പിച്ച് കെട്ടുപോയ ആ വിളക്കിൻ്റെ കഷ്ണത്തെ, ആ തിരിക്കഷ്ണത്തെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് നിറച്ച് പരിശുദ്ധമാകുന്ന ആത്മാവാകുന്ന അഗ്നിയാകുന്ന ജ്വലനമാകുന്ന ആ തീ എൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു പൊങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരരെ, നമുക്ക് ലഭിക്കുന്ന അനുഭവമാണ് എന്താണ്? അത് ആനന്ദാതിരേകമാണ്.
അത് പരമാനന്ദമാണ്, അത് ഹർഷോന്മാദമാണ്, അത് ആനന്ദത്തിൽ മുഴുകിയ അവസ്ഥയാണ്, അത് ഉന്മത്തമായ അവസ്ഥയാണ്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് നിദ്ര പ്രാപിച്ചാലും നമുക്ക് ലഭിക്കണം. അത് നമ്മൾ റാപ്ചറിലൂടെ കടന്നുപോയാലും സംഭവിക്കണം. പക്ഷേ only one condition, അതൊരു എന്താണ്, ഒരു വാഷിങ്, ഒരു കഴുക്ക്, ഒരു പൊളിക്കൽ, ഒരു രൂപാന്തരപ്പെടുത്തൽ, ഒരു വകഞ്ഞുമാറ്റൽ, കുറേ സാധനങ്ങളെ എടുത്ത് ദൂരേക്കറി. അങ്ങനെ ഞാൻ ഒരു സ്വതന്ത്രമാകുന്ന അവസ്ഥ, അശുദ്ധിയിൽ നിന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് യേശുവിൻ്റെ മുദ്ര കൊണ്ട് മുദ്രിതമായി പരിശുദ്ധി കൊണ്ട് നിറയുന്ന ഒരവസ്ഥ സംജാതപ്പെടുത്തി എടുക്കുന്നതിനെയാണ് ഈ റാപ്ചർ എന്നതിൻ്റെ തുടക്ക അർത്ഥം. വളരെ നിഗൂഢമാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ക്ലാസ്സുകൾ. നിങ്ങൾ ഗ്രഹിക്കുന്നത് പോലെ സിമ്പിളായിട്ടങ്ങ് ഗ്രഹിക്കാൻ പറ്റും, അതുപോലെ ഒരുങ്ങാനും പറ്റും. പക്ഷെ ഇത് നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ്. എനിക്ക് ചന്ദ്രനിൽ പോകണം, തിരിച്ചു വരണം. ഞാൻ എന്തെല്ലാം ചെയ്യണം, അത്ര കഠിനാധ്വാനം ചെയ്യണം. ഞാൻ എലോൺ മസ്കിൻ്റെ അടുത്തേക്ക് എത്തണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. പിന്നെ ആ യന്ത്രത്തിൻ്റെ മുഴുവൻ ഘടനയും നമ്മൾ പഠിക്കണം. ആ യന്ത്രത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെ പ്രത്യേക പെട്ടെന്ന് അവൾ വായില്ലാത്തതുകൊണ്ട് മരിച്ചു പോകണം, പ്രത്യേക യൂണിഫോം ഒക്കെ ധരിച്ച്, എന്നാൽ ശ്വസനമൊക്കെ അതിന് ഉള്ളിലാണ്. അങ്ങനെ എത്രയോ പ്രത്യേക രീതിയിലാണ് നമുക്ക് അതിനകത്ത് ആ ചന്ദ്രനിൽ പോയി തിരിച്ചു വരാൻ പറ്റുക. അതേപോലെ തന്നെയാണ് റാപ്ചറും. വളരെ കഠിനമാണ്. എന്നാൽ അതിന് ചില നിബന്ധനകൾ, ചില കാര്യങ്ങൾ ലളിതമായിട്ട് ചെയ്താൽ നമുക്കത് സാധിക്കുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത ക്ലാസ് ഇങ്ങനെ ഓവറായിട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേട്ടിരുന്ന് മുഷിപ്പ് തോന്നാം, അല്ലെങ്കിൽ അത് അസ്വസ്ഥ ഉണ്ടായേക്കാം, മറ്റ് സമയം ഒരുപാട് എടുക്കുകയും ചെയ്തു ക്ലാസ്. അപ്പോൾ ക്ലാസ്സുകൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് അങ്കികൾ കഴി വിശദീകരിക്കുക, എങ്ങനെയാണ് അങ്കികൾ കഴിയേണ്ടത്, അത് എന്തൊക്കെയാണ് കഴിയുന്നതൊക്കെ അടുത്ത ക്ലാസ് ഏതാനും 1-2 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗം തരാം. അതുവരെ കേട്ട ക്ലാസ്സിൻ്റെ നിഗൂഢാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ രത്നം ചുരുക്കം ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് റാപ്ചറിലേക്ക് എത്താൻ പറ്റിയില്ല. 10 വർഷം കൊണ്ട് റാപ്ചറിന് 2024 ഫെബ്രുവരി 15 പകൽ 11 മണിക്ക് 12 മണിക്ക് ഇടയ്ക്ക്. അപ്പോൾ ആ റാപ്ചറിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നിദ്ര കിട്ടും. അതാണ് ഈ റാപ്ചറിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു ഗുണം. മരണമല്ല കിട്ടുന്നത്. ക്രിസ്തുവിൽ മരണം പറഞ്ഞവർ, അതായത് തെസ്സലോനിക്കർ ക്രിസ്തുവിൽ മരണം പറഞ്ഞവർ ആദ്യം എഴുന്നേൽക്കും, എന്നാൽ യേശു നിദ്ര വായിച്ചാൽ അവനോട് കൂടെ എഴുന്നേൽക്കും. അപ്പോൾ നമ്മളൊരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ യേശു ഈ ഒരുക്കം, ഞാൻ ഈ പറയുന്നതനുസരിച്ച് ഒരുങ്ങുന്ന ഒരു വ്യക്തിയും. പിന്നെ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം, ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തരാം. ഈ പറയുന്ന രീതിയിൽ ഈ എളിയദാസനിൽ കൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. കാരണം ഈ ക്ലാസ് ഭൂമിയിൽ ആരും എടുത്ത് തന്നെ പറ്റില്ല. കാരണം അവർക്ക് അതിൻ്റെ വരം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് പറയാൻ പറ്റില്ല. അതിൻ്റെ ജ്ഞാനത്തിൻ്റെ വരമാണ്. ഒരു വചനത്തിന് 3 അർത്ഥമുണ്ട്: സ്വർഗത്തിലെ അർത്ഥം, ഭൂമിയിലെ അർത്ഥം, മരണാനന്തര അർത്ഥം. അപ്പം 3 അർത്ഥം വെച്ച് വേണം. അതാണ് സനാതന സുവിശേഷം എന്ന് പറയും. അത് വെളിപാട് പുസ്തകം. ആ സനാതന സുവിശേഷത്തിൽ കൂടിയാണ് ഞാൻ ഈ ഇത് കൂടി രഹസ്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. സത്യമായിട്ട് പ്രിയപ്പെട്ട യേശു ക്രിസ്തു സത്യമായി നിങ്ങളോട് പറയുന്നു, നിശ്ചയം നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തോടു കൂടി ഇങ്ങനെ ഉയർന്ന് നമുക്ക് പോകാൻ സാധിക്കും. അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞാൻ പറയാം. പരമസത്യമാണിത്. നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു റോക്കറ്റ്, 1500-2000 ടണ്ണ് ഭാരമുള്ള റോക്കറ്റിന് അഗ്നി അതിൻ്റെ അടിയിൽ തീ പിടിക്കുമ്പോൾ, തീ താഴോട്ട് തള്ളുമ്പോൾ റോക്കറ്റ് മേലേക്ക് ഉയർന്നു പോകുന്നത് പോലെ തന്നെ നമ്മൾ നിശ്ചയം മരിച്ചവരാണ് ഉയർത്തി നിൽക്കും. അത് വേറെ രീതിയിൽ പോകും. ജീവിച്ചിരിക്കുന്നവർ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞു, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ റാപ്ചർ ചെയ്യും, എടുക്കപ്പെടും. ഉൾപ്രാവണം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് എടുത്തു മാറ്റുക, ഒരു സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് എടുത്തു മാറ്റുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കുക, ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റി മറ്റൊരു സ്ഥലത്ത് ആയിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആ തലത്തിൽ അതിൻ്റെ ഇമോഷൻസ്, ഏത് രീതിയിലുള്ള വികാരമുള്ള ഏത് രീതിയിലുള്ള അവസ്ഥയുള്ള വ്യക്തിയാണ് അങ്ങനെ ഉൾപ്രാവണം ചെയ്യുന്നതിൻ്റെ അർത്ഥമാണ് ആനന്ദാതിരേകം എന്ന് പറഞ്ഞാൽ ആനന്ദം, അതിരുവിട്ട ആനന്ദാതിരേകം. ആനന്ദം മാത്രം. ആനന്ദം ആത്മാവിൻ്റെതാണ്, സന്തോഷം മനസ്സിൻ്റെതാണ്, സുഖം ശരീരത്തിൻ്റെതാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഹർഷോന്മാദം, ഹർഷപുളകിതമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ മുഴുവൻ അങ്ങോട്ട് പുളകിതമാകും. നമ്മുടെ ആനന്ദത്തിൻ്റെ ആറാട്ടിൽ ഒരവസ്ഥയിലേക്ക് വരും പ്രിയപ്പെട്ടവർ. ആ ഹർഷോന്മാദം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉന്മാദം പറയുന്നുണ്ട്. ഉന്മാദം പറഞ്ഞാൽ നമുക്കറിയാം, മൃഗങ്ങളൊക്കെ ഉന്മത്തമായി മതിലക്ഷണം കാണിച്ചു നമ്മൾ പറയാറില്ലേ. നമ്മൾ അതിനെ ആ സമയത്ത് ആടിനെ ആണെങ്കിൽ അങ്ങോട്ട്, കന്നാലി അങ്ങോട്ട് കൊണ്ടുവിടും, പോത്തിനെ അങ്ങോട്ട് കൊണ്ടുവിടും. ഒരു ഉന്മാദം.
എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, നമ്മുടെ ശരീരം ഈ പൈശാചിക പിടിയിൽ നിന്നങ്ങ് വിട്ട് കഴിയുമ്പോൾ, നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്ന ആ സ്ഥലം, ഈ ഭൂമി, അതിനെപ്പറ്റി പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, അത്രയും നീണ്ട ക്ലാസ്സിലേക്ക് പോകുന്നില്ല. പിന്നെ ആനന്ദത്തിൽ മുഴുകിയ എന്ന് പറഞ്ഞാൽ ആനന്ദം മാത്രമല്ല, കാലിൻ്റെ പെരുവിരലിൻ്റെ അറ്റത്ത് വരെ നമുക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും. കാലിൻ്റെ പെരുവിരലിൻ്റെ അറ്റം ചൂടായിട്ട് അവിടുന്ന് ഒരു ഭാരക്കുറവ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരമപരിശുദ്ധമായ പരിശുദ്ധാത്മാവ് നമ്മൾ ശരിക്കും നിറയേണ്ട പോലെ നിറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അപ്പോൾ തന്നെ കുറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗത്തിലേക്ക് പിന്നെ കടക്കാൻ പരിശുദ്ധാവിൻ്റെ ആനന്ദരാഗത്തിൻ്റെ അവസാന ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് അംഗീകൾ അത് കണ്ടീഷൻ, ആ കണ്ടീഷനിൽ കൂടെ അല്ലാണ്ട് നമുക്ക് ഈ വ്യവസ്ഥയിൽ കൂടെ അല്ലാതെ നമുക്കൊരു സൂത്രവാക്യത്തിൽ കൂടെ ഈ A+B² ഇതും പറഞ്ഞിട്ട് കയറിപ്പോകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇതിന് കർത്താവ് വളരെ വ്യക്തമായ നിബന്ധനകൾ നമ്മുടെ കത്തോലിക്ക സഭ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂതറ പോലുള്ളൊരു ജീവിതമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുർബാന കണ്ടു, കുമ്പസാരിച്ചു, എന്ത് കുർബാന കണ്ടു, പോന്നു, കാറിൽ പോന്നു, ചുരിദാർ വിട്ട് പോയി തിരിച്ചു പോകുന്നു, അല്ലെ പാൻറ് ചെയ്തു പോയി. അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ അംഗീകഴുകൾ. കഴുകേണ്ട കർത്താവ് പറഞ്ഞ പോലെ കഴുകാൻ പറ്റാത്തവർ ഈ ഭൂമിയിൽ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ അടിഞ്ഞു പോകും. രക്ഷപ്പെട്ടേ പറ്റൂ പ്രിയ സഹോദരങ്ങളെ, രക്ഷപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഹമാസിൻ്റെ ആളുകളൊക്കെ വന്ന് തട്ടിക്കൊണ്ട് ഭൂമിക്കടിയിൽ കൊണ്ട് താമസിപ്പിക്കുന്ന അവസ്ഥ എന്താണ്? അതേപോലെ നമ്മൾ ഭൂമിക്കടിയിലേക്ക്, അതാണ് പാതാളത്തിലേക്ക് നിബദിച്ചാൽ ആര് രക്ഷിക്കുമെന്നായി പറഞ്ഞത്? ആരുമില്ല. ലോകം പോലും പ്രപഞ്ചം പോലും ഇല്ലെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, അവയവങ്ങളെ ഒന്ന് കഴുകാൻ ശ്രമിക്കുക. ഏതെല്ലാം എടുത്തു മാറ്റണം, എങ്ങനെ കഴുകണം, എങ്ങനെ റാപ്ചറിന് ഒരുങ്ങണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ക്ലാസ്സുകൾ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും റാപ്ചറിന് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.